ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഓരോ വിശ്വാസിയും മുസ്ലിമാകുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഷഹാദത്ത് കലിമയാണെന്നും ആ ഷഹാദത്ത് കലിമകളിലെ രണ്ടാമത്തെ ഭാഗമായ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ ഒരു ഷഹാദത്ത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും ആരാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ച രൂപങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചു വന്നത്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായ, വാജിബായ, ഫർളായ കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ച ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബിമാരാണല്ലോ അതിൽ മുൻപന്തിയിൽ നിൽക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ അത് സ്വഹാബ കിറാം അജ്മഈനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു,
ഖൈറുൻ നാസ് ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല സമൂഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ തലമുറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്നുള്ള സഹാബത്തിനെ കുറിച്ചാണ് പറയുന്നത്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരെ തുടർന്നു വരുന്നവർ, പിന്നെ അവരെ തുടർന്നു വരുന്നവർ. അതാണ് 3 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ഉത്തമമായ തലമുറ. ഇനി അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള എല്ലാ സ്വഹാബിമാർക്കും ഒരേ സ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവരിൽ പലർക്കും പ്രത്യേകമായ സ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് അൽ ഖുലഫാഉർ റാഷിദീൻ എന്ന് പറയുന്ന 4 ഖലീഫമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 4 പേരുടെ സ്ഥാനം വേറെ ഒരാൾക്കുമില്ല. എത്രത്തോളം എന്നാൽ ആ വിഷയത്തിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഓരോരുത്തരുടെയും സ്ഥാനങ്ങൾ എണ്ണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നഖൂലു വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, അഫ്ളലു ഉമ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദഹു അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. സുമ്മ ഉമർ, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിനാണ്. സുമ്മ ഉസ്മാൻ, പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് എന്നിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എണ്ണി പറയാറുണ്ടായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവർ എണ്ണിയിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ സ്വഹാബത്തിന്റെയും ചരിത്രങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല. എന്നാൽ ഈ 4 സ്വഹാബിമാർ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? അവരുടെ ജീവിതം എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും ഒരു വിരോധത്തിന് വേണ്ടിയോ വിമർശനത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് ഏറ്റവും നല്ല ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ പറയപ്പെട്ട സഹാബിമാരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നെത്തി നോക്കാം. അതിൽ ഒന്നാമത്തെ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി മുസ്ലിമായ ഒന്നാമത്തെ പുരുഷൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ആൾ. ആ വാചകം എന്തിനാണ് അങ്ങനെ സൂചിപ്പിക്കുന്നതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലം മുതലേ ഉള്ള സുഹൃത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുഹമ്മദും അബൂബക്കറും എന്ന് ജാഹിലിയത്തിൽ പോലും അവരെണ്ണിയിരുന്നു. കാരണം രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. അങ്ങനെ ചെറിയ പ്രായം തൊട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നാവിൽ നിന്നും ദീനിനെ കുറിച്ച് കേട്ടപ്പോ വേറൊന്നും നോക്കിയില്ല. എന്റെ കുടുംബം എന്താകും, എന്റെ നാടെന്താകും, എന്റെ മഹല്ലെന്താകും, എന്റെ കുടുംബക്കാരും എന്റെ പരിചയക്കാരും ഒക്കെ എന്നെ വിട്ടുപോകുമോ, ഒന്നും ചിന്തിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വീകരിച്ചു. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 37ആണ്. 37ാമത്തെ വയസ്സാണ്. ആ 37ാമത്തെ വയസ്സ് മുതൽ തന്റെ ജീവിതത്തിൽ 63ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ഇസ്ലാമിന്റെ പാന്താവിലൂടെ അദ്ദേഹം ജീവിച്ചു. വലിയ വലിയ സ്ഥാനങ്ങൾ കൈയടക്കി. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകാൻ ഒരേ ഒരാൾക്കാണ് അല്ലാഹു അനുവാദം കൊടുത്തത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷം ഖലീഫത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ, പിൻഗാമി എന്ന പേരിൽ അറിയപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇത്രയേറെ സ്ഥാനങ്ങളുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആദ്യം നമുക്ക് പ്രവാചകൻ എന്തു പറഞ്ഞു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ പുരുഷൻ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കാണ്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ നിങ്ങൾക്ക്
ഏറ്റവും ഇഷ്ടം ആരെയാണ്? ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കണം, മിനൽ റിജാൽ, അല്ല ഞാൻ ചോദിച്ചത് ആണുങ്ങളിൽ ആരെയാണ്? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു വിചാരിച്ചത് തന്നെ കുറിച്ച് പറയുന്ന, കാരണം അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വിചാരിച്ചു അത് തന്നെ കുറിച്ചായിരിക്കും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബൂഹാ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വീണ്ടും ചോദിച്ചു, പിന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതിനനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെ പേരും പറഞ്ഞു. ഈ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തിത്വം, ആണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ആ ഒരു പേര് പ്രിയപ്പെട്ടവരെ വെറുതെ വന്നതല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെറുതെ വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖലീലുകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെങ്കിൽ മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലൗ കുൻതു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ, ഈ ഉമ്മത്തിൽ ജനങ്ങൾക്കിടയിൽ എനിക്കൊരു ഖലീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകുമായിരുന്നെങ്കിൽ ലത്തഖൽതു അബൂബക്കറ, ഞാൻ അബൂബക്കറിനെ എന്റെ ഖലീലായി തിരഞ്ഞെടുക്കുമായിരുന്നു. കാരണം അത്രയേറെ ബന്ധമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരാൾക്കൊഴികെ, അബൂബക്കറിനൊഴികെ. അദ്ദേഹത്തിനുള്ളത് മുഴുവനും പരലോകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അള്ളാഹുവാണത് കൊടുക്കുക. ഇത്രയേറെ സ്ഥാനമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്ന സമയം എത്രത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് കാണാം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ നടക്കുന്നു. നബി നോക്കുന്ന സമയത്ത് അബൂബക്കർ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. വേഗം കുറച്ചു കഴിയുമ്പോഴേക്ക് വേഗം നബിയുടെ പിന്നിലേക്ക് വരും. എന്നിട്ട് പിന്നിൽ നോക്കി നിൽക്കും, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് വലതു ഭാഗത്തേക്ക് മാറും, ഇടതു ഭാഗത്തേക്ക് മാറും. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവനായി പ്രവാചകനെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിക്കാണ്, അബൂബക്കർ എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ കുറെ മുന്നിലും പിന്നിലും വശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മാറുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ ആവശ്യം? ആ സമയത്ത് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ തോന്നും, വല്ല ശത്രുക്കളും മുന്നിലൂടെ വരുന്നുണ്ടോ, അങ്ങനെ വല്ല ശത്രുവും വരുന്നുണ്ടോ എന്ന് എനിക്ക് ബേജാറ് തോന്നുമ്പോ ഞാൻ വേഗം മുന്നിലേക്ക് ഓടും. ഞാൻ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോ വീണ്ടും എന്റെ മനസ്സിൽ തോന്നും, അല്ല പിന്നിലൂടെ വന്നാലോ, അപ്പൊ ഞാൻ വേഗം പിന്നിലേക്ക് പോകും. വശങ്ങളിലൂടെ വന്നാലോ, അപ്പൊ ഞാൻ വശങ്ങളുടെ ഭാഗത്തേക്ക് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാൻ അത്രയേറെ തന്റെ ജീവൻ കൊടുക്കാൻ റെഡിയാണ് അവര്. പ്രിയപ്പെട്ടവരെ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരോളം ആരാ സ്നേഹിച്ചിട്ടുണ്ടാവുക? ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ 37ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന് മുമ്പുള്ള കാര്യം പോകട്ടെ, തന്റെ 63ാമത്തെ വയസ്സിൽ അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും? എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകും? വേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സമയത്ത് ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് വെക്കാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 1ാമത്തെ ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷക്കാലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുണ്ട്, ഖലീഫയായിട്ടുണ്ട് 2 കൊല്ലം. അതിലെന്തായാലും ഒരു റബീഉൽ അവ്വൽ ഉണ്ടാവില്ലേ, ഒരു റബീഉൽ അവ്വലെങ്കിലും. എങ്കിൽ അന്ന് ഖലീഫയായ ഞാനിതാ പറയുന്നു, ഒരു നല്ല കാര്യം നമുക്ക് തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നന്മയുടെ പര്യായമായിരുന്നു. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനായി എണീറ്റിട്ടുള്ളത്? നിങ്ങളിൽ ആർക്കാണ് ഇന്ന് നോമ്പുള്ളത്? ഉടനെ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കൈ ഉയർത്തി, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനുണ്ട്.
വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് ഒരു ജനാസയെ അനുഗമിച്ചിട്ടുള്ളത്? ഉടനെ ആ കൈകൾ വീണ്ടും ഉയർത്തപ്പെട്ടു, പ്രവാചകരെ ഞാനുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്? വീണ്ടും അതേ കൈകൾ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ട് അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളിൽ ആരാണിന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? അപ്പോഴും പറഞ്ഞു, അത് ഞാനുണ്ട് പ്രവാചകരെ. 4 ചോദ്യങ്ങൾ ചോദിച്ചപ്പോ അതിന് 4ലും ഞാനുണ്ടെന്ന് പറയാൻ അത്രത്തോളം ദീനിന്റെ വിഷയത്തിൽ, നന്മകളുടെ കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവെങ്കിൽ റബീഉൽ അവ്വൽ 12 അന്ന് ഒരു നന്മ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണോ? അങ്ങോട്ട് ദീന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിലൊരു നന്മ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കാരൊക്കെ കൊടുത്തിരുന്നാൽ തന്നെ നമുക്കത് തെളിവാകുമായിരുന്നു. പക്ഷേ ഇല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തന്നെ. തന്റെ 30ാമത്തെ വയസ്സിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത്. തന്റെ 63ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അതിനിടയിൽ 33 കൊല്ലം മുസ്ലിമിന്റെ ഇസ്സത്തായിരുന്നു. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതുവരെ ഞങ്ങൾ ഭയപ്പാടിലായിരുന്നു. പക്ഷേ ഉമർ ഇസ്ലാമിലേക്ക് വന്നപ്പോ അല്ലാഹു ഞങ്ങൾക്കൊരു ഇസ്സത്ത് നൽകി, ഞങ്ങൾക്കൊരു പ്രതാപം നൽകി. മുസ്ലിമിന്റെ എല്ലാ ഇസ്സത്തുമായി കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി പ്രബോധനം തുടങ്ങി എന്നുള്ളത് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുമെങ്കിൽ, രണ്ടാം ഖലീഫ എന്ന സ്ഥാനമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് കാന ഫീ മൻ കാന ഖബ്ലകും മിൻ ബനി ഇസ്രായീൽ റിജാലുൻ യുകല്ലിമൂന മിൻ ഗൈർ അൻ യകൂനു അംബിയാ. മുമ്പ് ഇസ്രായേൽ സന്തതികളിൽ പലരോടും അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിച്ചിട്ടുണ്ട്. അവർ പ്രവാചകന്മാരല്ലാതിരുട്ടുകൂടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇൻ യകും മിൻ ഉമ്മതി മിൻഹും അഹദു ഫഉമർ. ഈ ഉമ്മത്തിൽ ആരോടെങ്കിലും അല്ലാഹു സംസാരിക്കുമായിരുന്നെങ്കിൽ അത് ഉമറിനോടാകുമായിരുന്നു. അത്രയും വലിയ സ്ഥാനം. ഉമർ ഒരു വഴിയിൽ കയറിയാൽ പിശാച് അവിടുന്ന് മാറിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. കാരണം പിശാചിന് പോലും പേടിയുള്ള ഉമർ. ആ ഉമറിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഒരു പ്രവാചകനാകാനുള്ള ഒരു യോഗ്യത അത് ഉമറിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണുവാൻ സാധിക്കും, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമർ, അത് ഉമർ ആകുമായിരുന്നു. അത്രയും വലിയ സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ ഒരൊറ്റ രൂപം പറഞ്ഞുതരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തോട് മാത്രമല്ല, ആ പേരിനോട് പോലും അവർ കാണിച്ച ഒരു സ്നേഹമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്ന് പോയതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഈ മദീനത്ത് ഇനി ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടതാ ബിലാൽ. കുറെ കാലങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ അവിടെ വെച്ച് കാണും. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ബാങ്കിന്റെ സമയമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറഞ്ഞു, ബിലാൽ, നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യം വിസമ്മതം കാണിച്ചു. വീണ്ടും നിർബന്ധിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിന്നു. ബാങ്ക് കൊടുക്കുന്ന ഭാഗത്ത് വന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറഞ്ഞ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ വാക്ക് പറയാൻ, അത് പൂർത്തീകരിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ ബോധം കെട്ട് വീഴാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിനെ കുറിച്ച് അവരുടെ ചിന്തകൾ വന്നു. അത്രയും സ്നേഹം,
ആ ഒരു വാക്കിനോട്, മുഹമ്മദ് എന്ന് പറയുന്ന വാക്കിനോട് പോലും അവർ അത്രയേറെ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ പറ്റുമോ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്? ഈ ഉമ്മത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷമാണ്. നീണ്ട 8 വർഷത്തോളം അദ്ദേഹം ഖലീഫയായിട്ടുണ്ട്. അതിലധികം വേണമെങ്കിൽ പറയാം. എത്രയോ നേട്ടങ്ങൾ ഈ ദീനിന്റെ വിഷയത്തിൽ ഉണ്ടാക്കി. സൈന്യങ്ങളെ സജ്ജീകരിച്ചു. എന്തിനേറെ, ഹിജ്റ കലണ്ടർ വരെ രൂപീകരിക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ആ മാറ്റത്തിൽ എവിടെയും തന്നെ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഉമറിന്റെ ചരിത്രത്തിലെവിടെയും തന്നെ അന്നേ ദിവസം ഒരു റബീഉൽ അവ്വലിൽ ഉമർ ഇന്ന ഒരു റാലി സംഘടിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയൂല. പോലീസ് സംവിധാനം ആദ്യം തുടങ്ങി വെച്ചത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. കലണ്ടർ തുടങ്ങിയത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. മറ്റു പല രാജ്യങ്ങളിലേക്കും ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി പോയത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. പക്ഷേ ആ ഉമർ തന്റെ പൊൻതൂവലിൽ ഒരു നേട്ടമായിക്കൊണ്ട് ഞാൻ ആദ്യമായിക്കൊണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്, മൗലീദ് സദസ്സ് തുടങ്ങി വെച്ചിട്ടുണ്ട്, റബീഉൽ അവ്വൽ പ്രത്യേകമായ ആഘോഷങ്ങളുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ് അവർ. ഇനി മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഇസ്ലാം സ്വീകരണത്തിൽ 4ാമത്തെ ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മുമ്പ് വെറും 3 ആളുകൾ മാത്രമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ 4ാമനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അന്ന് അദ്ദേഹത്തിന്റെ വയസ്സ് 34 വയസ്സാണ്. മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വന്നു, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എല്ലാം സഹിച്ചും ക്ഷമിച്ചും അദ്ദേഹം യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചു. മുസ്ലിമായി ജീവിക്കാൻ പ്രയാസമായപ്പോ പല ഭാഗത്തേക്കും ഹിജ്റ പോയ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുടുംബം ഉണ്ടായിരുന്നു. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളമായി കൊണ്ട് ദീനിന്റെ വിഷയത്തിൽ ചെലവഴിച്ച ആളാണ്. ധാരാളം. ഇന്ന് നമ്മൾ കാണുന്ന മദീന പള്ളി, അതിന്റെ പണം മുഴുവൻ ചെലവഴിച്ചത്, അല്ലെങ്കിൽ വലിയ ഒരു ഭാഗം ചെലവഴിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആകെ ഒരൊറ്റ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്, റൂമാ കിണർ. അതൊരു ജൂതന്റെ കയ്യിലായിരുന്നു. അയാളാകട്ടെ അതിന് പണം വാങ്ങിക്കൊണ്ടാണ് ആളുകൾക്ക് വെള്ളം കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുന്നുണ്ട്, മൻ ഹഫറ റൂമ ഫലഹുൽ ജന്ന, ആരാണോ ഈ ഒരു റൂമാ കിണർ നമുക്ക് വേണ്ടി വാങ്ങിത്തരുന്നത് അവർക്ക് എന്തായാലും സ്വർഗമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ഒരു സംഖ്യ കൊടുത്തിട്ട് ആ കിണർ വാങ്ങി. എന്നിട്ട് തന്റെ ആവശ്യത്തിനല്ല, എല്ലാവരുടെ ആവശ്യത്തിനും വേണ്ടി കൊടുത്തു. സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാളാ. മദീന പള്ളിയുടെ വിഷയം അതേപോലെ തന്നെ. മദീന പള്ളിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തികമായ സഹായം അന്വേഷിക്കുമ്പോൾ അതിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടി വലിയ ഒരു സംഖ്യ കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചതിൽ മുൻപന്തിയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ആളുകൾ ഉപരോധിച്ച സമയത്ത് മദീന പള്ളിയിലേക്ക് പോകാൻ പോലും സമ്മതം കിട്ടാത്ത അവസ്ഥ വന്നപ്പോ അദ്ദേഹം മദീന പള്ളിയിൽ നോക്കിക്കൊണ്ട്, ആ പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു വാചകമുണ്ട്, ആ പള്ളിക്ക് വേണ്ടിയാണ് ഞാൻ പണം മുടക്കിയിട്ടുള്ളത്, ആ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വലിയ ഒരു സംഖ്യ മുടക്കിയിട്ടുണ്ട്, ആ പള്ളിയിൽ നിസ്കാരം നടത്താനെങ്കിലും നിങ്ങൾ എന്നെ അനുവദിക്കണമെന്ന് ആ കലാപകാരികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതിനും സമ്മതിച്ചില്ല. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ലേ? ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കല്യാണം കഴിച്ച പ്രവാചകന്റെ മരുമകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ ഉസ്മാനോട് പെരുമാറണമെന്ന് പഠിപ്പിച്ചത് ഈ ഉസ്മാന്റെ വിഷയത്തിലാണ്. അദ്ദേഹം ഇത്രയേറെ സംഭാവനകൾ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ ഒരു നന്മ, അദ്ദേഹം 12 കൊല്ലം ഭരണാധികാരിയായിട്ടുണ്ട്, 12 കൊല്ലം ഖലീഫയായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12ന്റെ അന്നോ അല്ലെങ്കിൽ ആ മാസത്തിലോ
എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാം. എല്ലാ വെള്ളിയാഴ്ചകളിലും അദ്ദേഹം അടിമകളെ മോചിപ്പിക്കാറുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും. അത്രയും വലിയ ധനാഢ്യനാണ്. പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ കുറെ ആളുകൾ ഇങ്ങനെ ജാഥയായിട്ട് വരുന്നുണ്ട്, അവർക്ക് കുറച്ച് പായസമെങ്കിലും കൊടുക്കാം, 2 കാരക്കെങ്കിലും കൊടുക്കാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തത് കൊണ്ടാ? ഒരിക്കലുമല്ല. ധാരാളമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിന്തുടർന്നുകൊണ്ടായിരുന്നു എന്ന് മാത്രം. 4ാമത്തെ ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ തൊട്ടിലിൽ വളർന്ന ആളാണ് അലി റളിയല്ലാഹു അൻഹു. ഞാൻ ആ വാചകം ബോധപൂർവമാണ് പറയുന്നത്. തന്റെ 10ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സിൽ. കുട്ടികളിൽ 1ാമത്തെ ആളാണ് അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കണ്ടപ്പോ പ്രവാചകന്റെ അടുക്കൽ വന്ന് നമസ്കാരം കാണുകയും അത് കൃത്യമായി നോക്കി വീക്ഷിക്കുകയും ചെയ്തതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ചോദിക്കുക, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. തന്റെ പിതാവിനോട് സംസാരിച്ചു അലി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മുസ്ലിമായി. തന്റെ 10ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച് തന്റെ 62ാമത്തെ അല്ലെങ്കിൽ 63ാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു ഷഹീദാവണത്. എത്ര കൊല്ലുണ്ട്? 50-ലധികം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ജീവിച്ചു. പ്രവാചകന്റെ മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചു. പിന്നെയും പ്രവാചകന്റെ തണലിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. എന്തെല്ലാം വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റും? എന്നാ കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖൈബർ യുദ്ധം ജൂതന്മാരുമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഖൈബർ കോട്ടക്കുള്ളിൽ ജൂതന്മാരിൽ നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ അവരുടെ അമ്പുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരുന്നു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറയുന്നുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഉസിയന്ന ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അതിനപ്പുറത്തേക്ക് ഒന്നും പറയേണ്ടതില്ല. ഖൈബർ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പതാക ഉയർത്തിയിട്ട് പറയാണ്, തീർച്ചയായും നാളെ ഞാൻ ഇസ്ലാമിന്റെ ഈ പതാക ഒരാളുടെ കയ്യിൽ കൊടുക്കും. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ആൾ, അല്ലാഹുവിനെയും റസൂലിനെയും അങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആൾ, അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലാ ഈ പതാക കൊടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം പറഞ്ഞപ്പോ അന്ന് ഉറങ്ങാൻ കിടക്കുന്ന എല്ലാ സ്വഹാബിമാരും നാളെ പ്രവാചകൻ എന്റെ പേര് വിളിക്കണേന്ന് ആഗ്രഹിച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കലും ഒരധികാരവും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ആൾ, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആൾ, ഈ വലിയ ഒരു സ്ഥാനം എനിക്ക് കിട്ടുമല്ലോ എന്ന്. പക്ഷേ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്, ഐന അലി, ഐന അലി, അലി എവിടെ? അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ണിന് അസുഖം ബാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ടെന്റിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അദ്ദേഹത്തിന്റെ കയ്യിൽ പതാക കൊടുത്തു. ഇസ്ലാമിന് അല്ലാഹു വിജയം നൽകുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നബിയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പറയുന്നത്, ഞാൻ ഒരാളുടെ കയ്യിൽ പതാക കൊടുക്കും, അല്ലാഹും റസൂലും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടേ? ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടേ? ഇനി ആ അലി റളിയല്ലാഹു അൻഹുവിനോട് ചില ആളുകൾ ചോദിക്കപ്പെട്ടു, വസുഇല അലി റളിയല്ലാഹു അൻഹു കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടിരുന്നത്? കേട്ടോളിയും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ പറയാണ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടായിരുന്നോ? രാത്രി പാതിരാവായതുകൾ വെച്ചുകൊണ്ട് കുട്ടികളുടെ പ്രോഗ്രാമുകൾ വെച്ചുകൊണ്ടായിരുന്നോ? അതല്ലെങ്കിൽ മറ്റുള്ള ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നോ? അതല്ലെങ്കിൽ മാസത്തിൽ അല്ല കൊല്ലത്തിൽ ഒരു മാസം, ആ മാസത്തിൽ ഒരു ദിവസം, അങ്ങനെ ഒരു സ്നേഹമായിരുന്നോ എന്ന് കേട്ടോ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന വല്ലാഹി വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്നേഹിച്ചു ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും വആബാഇനാ വഉമ്മഹാതിനാ,
ഞങ്ങളുടെ വാപ്പമാരെക്കാളും ഉമ്മമാരെക്കാളും വമിനൽ മാഇൽ ബാരിദ് അലൽ വമ, ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു മനുഷ്യൻ ദാഹിച്ചവശനായി നിൽക്കുമ്പോൾ അവന്റെ കയ്യിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം കിട്ടുമ്പോൾ അവൻ എത്രത്തോളം ആർത്തിയോടുകൂടി ആ ഒരു വെള്ളം കുടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ അതിലേറെ താല്പര്യമായിരുന്നു ഞങ്ങൾക്ക് പ്രവാചകനോടുള്ള സ്നേഹം എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പരിശോധിക്കണം. ആളുകളെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ സ്വയം പരിശോധിക്കുക. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവരാണോ? ഏതിലാണ് നമുക്ക് സ്നേഹമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരത്തിന്റെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പോലും അസ്സലാ വമാ മലക്കത് അയ്മാനുക്കും, നമസ്കാരം നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത. നമ്മുടെ വാപ്പേ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു വസിയത്ത് പറയാ. അത് പറഞ്ഞു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്റെ വാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ എന്നോട് പറഞ്ഞതാ, അല്ലേ? എന്നാൽ നമ്മുടെ നേതാവ് നമ്മുടെ വാപ്പയേക്കാൾ സ്നേഹിക്കേണ്ട ആളാ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞിരുന്നത് അത് നിസ്കാരം ഒഴിവാക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, എത്ര ആളുകൾ യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളുടെ വിഷയത്തിലും ഫർളുകളുടെ വിഷയത്തിലും എല്ലാം ഒരു വേർതിരിഞ്ഞ ഒരു മേഖലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെട്ട നാലാളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും, നാലു പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുവെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ, അവർ ഖലീഫയായ കാലഘട്ടത്തിൽ പോലും ഏകദേശം 29.5 കൊല്ലം അവർ ഖലീഫമാരായി നിന്നിട്ടുണ്ട്. എല്ലാവരും കൂടി അവരാരും തന്നെ തുടങ്ങി വെച്ചിട്ടില്ല റബീഉൽ അവ്വലിന്റെ അന്ന് പ്രത്യേകമായ ഒരു ആഘോഷം. അവർക്കില്ലാത്ത ഒരു ദീൻ, അവർക്കില്ലാത്ത ഒരു സുന്നത്ത്, അവർ പഠിപ്പിക്കാത്ത, അവർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എങ്ങനെ ദീനായി മാറും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീനിനെ കൃത്യമായി മനസ്സിലാക്കി യഥാർത്ഥ ദീന ഏതാണോ അത് കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമ്മുടെ മുൻഗാമികളുടെ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ വലിയ വലിയ ചർച്ചകൾ വരുന്നുണ്ട്. സാധാരണക്കാരായ ആളുകൾക്കെല്ലാവർക്കും ഇപ്പോഴും ആശങ്കയുള്ള ചില കാര്യങ്ങൾ, സംശയമുള്ള ചില മേഖലകളുണ്ട്. ഒരു വിഭാഗം പറയുന്നു ഇതിന് തെളിവുണ്ട്, ഇത് ദീനിന്റെ ഭാഗമാണ്, റബീഉൽ അവ്വൽ ആഘോഷിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൽ പെട്ട കാര്യമാണ്. മറുവിഭാഗം പറയുന്നു അല്ല, ഇത് പുതിയ ഒരു ആശയമാണ്, ഇത് പുത്തൻ വാദമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അത് നിർവഹിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ദീനിലില്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് വാദങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ഖുർആനിനെ കുറിച്ചോ ഹദീസുകളെ കുറിച്ചോ ചരിത്രങ്ങളെ കുറിച്ചോ ഒന്നും അറിയാത്ത സാധാരണക്കാർ അവർ സംശയിക്കും ഇതിലിപ്പോൾ ഏതാ ശരി ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കണം എന്ന് പറയുന്നവർ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ വന്ന ഒരു ഖുർആനിക വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂറത്ത് യൂനുസിലുള്ള 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ഒരു ആയത്ത് ഓതിക്കൊണ്ടാണ്
പലരും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവർ ഈ ആയത്ത്? ഈ ആയത്ത് ഞാൻ ഒന്നുകൂടി ഓതിത്തരാം. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖുതുബ കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ ഇവിടെയുള്ള തഫ്സീറുകളുണ്ട്, അതെടുത്ത് പരിശോധിക്കാം. കുൽ, നബിയെ പറയുക, ബിഫളില്ലാ, അള്ളാഹുവിന്റെ ഫളില് കൊണ്ട് അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും, വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടുമാണത്. ഫൽയഫ്റഹൂ, അതിനാൽ നിങ്ങൾ സന്തോഷിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ്. ഇതിലെവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ കുറിച്ച് പറയുന്നത്? ഈ ആയത്തിൽ എവിടെയാണുള്ളത്? ഇനി എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തൊന്ന് വായിച്ചാൽ മതി. 57-ാമത്തെ ആയത്ത് വായിച്ചാൽ ഉത്തരം ക്ലിയറാ. 57-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു മൗഇലത്ത്, ഒരു വഅദ്, ഒരു ഉപദേശം നിങ്ങൾക്ക് ഇതാ വന്നിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയായിക്കൊണ്ട് ശമനമായിക്കൊണ്ടും നൽകിയിട്ടുണ്ട്. വഹുദൻ, മാർഗദർശനമായും, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യമായിക്കൊണ്ടും ഒന്ന് നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, കുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് വരുന്നത്. ഇതിലെവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെക്കുറിച്ച് വന്നിട്ടേയില്ല. ഇനി എന്താണ് ഈ പറയുന്ന റഹ്മത്തും ഫദ്ലൊക്കെ? എന്താണ് ഈ ഹുദ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊന്നും വിശദീകരിക്കണ്ട. മുൻഗാമികൾ എന്ത് വിശദീകരിച്ചു അത് പരിശോധിക്കാം. അവിടെ ഇസ്ലാമാണെന്ന് പറഞ്ഞവരുണ്ട്, ഖുർആനാണെന്ന് പറഞ്ഞവരുണ്ട്, ഈമാനാണെന്ന് പറഞ്ഞവരുണ്ട്, അതല്ലാത്ത വാക്കുകൾ പറഞ്ഞവരുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിൽ എല്ലാ പള്ളി ദർസിലും ഓതുന്ന തഫ്സീറാണ് തഫ്സീറു ജലാലൈ. അത് ഓതാത്ത ഉസ്താദുമാരുണ്ടാവില്ല. അവരോട് ചോദിക്കുക, ഈ ഒരായത്ത് ഓതിയിട്ട് ഇതിലെവിടെയാ എന്താ പറയണത്, ആ ജലാലിൽ നിന്നെടുത്ത് പറഞ്ഞു തരൂ. ഉത്തരം ഉണ്ടാവില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിനാണ്, അതിനുള്ള തെളിവാണ് എന്ന് വെക്കുക. ഈ വാദത്തിന് വേണ്ടി വെച്ചാൽ തന്നെ ഈ ആയത്ത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് ഓതിക്കൊടുക്കുന്നത്. എങ്കിൽ ഈ ആയത്ത് ആദ്യമായി കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് പിന്നെ വർഷങ്ങളോളം ജീവിച്ചിട്ടില്ലേ? ഈ ആയത്ത് വെച്ചിട്ട് വരും അബൂബക്കറെ, ഉമറെ, എല്ലാവരും വരും, എന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കണമെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് എന്റെ ജന്മദിനത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുത്തത് ആർക്കാ? സ്വഹാബിമാർക്ക്. ഈ സ്വഹാബിമാർ ഏകദേശം 100 വർഷത്തോളം പിന്നെയും ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 90 കൊല്ലം അവരാരെങ്കിലും ഈ ആയത്ത് കേട്ടിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ ആഘോഷിക്കാനുള്ള തെളിവാണെന്ന് പറഞ്ഞു? അതുമില്ല, അതും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറവുണ്ടായിരുന്ന ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളും ആയിഷ റളിയല്ലാഹു അൻഹയാണെന്ന് നമ്മൾ വിശദീകരിച്ചു. ഈ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആയിഷ ബീവിന്റെ വയസ്സ് 18 വയസ്സാണ്. 18 വയസ്സ്. അവരുടെ 56-ാമത്തെ വയസ്സിലാണ്, 56-58 വയസ്സിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പിന്നെയും 36 കൊല്ലം അല്ലെങ്കിൽ 38 കൊല്ലം, 36 കൊല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. 36 കൊല്ലത്തിൽ ഒരു 35 വേണ്ട 34 എടുത്തോ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ? എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഒരു കാരക്ക തന്നെ 4 കഷ്ണമാക്കിയിട്ടതാ ഇതിന് എന്റെ പ്രവാചകൻ ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് ഈ ആയത്തൊരിക്കലും ജന്മദിനത്തിനുള്ള തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അബൂലഹബ് എന്ത് ചെയ്തിട്ടുണ്ട്? സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മോചിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഇപ്പോഴും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം.
ഒരു പക്ഷേ സാധാരണക്കാർ ചിലപ്പോൾ എപ്പോഴായിരിക്കും കേൾക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ആരാ ചെയ്തിട്ടുള്ളത്? അബൂലഹബ്. അബൂലഹബ് ദീനിലൊരു കാര്യം ചെയ്ത തെളിവാ. എന്താ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് എന്താ പറയുന്നത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാപം പറഞ്ഞ വ്യക്തിനെ കുറിച്ചാണ് നമുക്ക് ദീനിൽ തെളിവാകുക. ഇനി അത് തന്നെ ദീനില് ഒരു ഹദീസായിട്ട് പറഞ്ഞു, അതുമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ സമയത്താണോ ഈ അബൂലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന സ്ത്രീയെ അല്ലെങ്കിൽ അടിമ സ്ത്രീയെ ഒഴിവാക്കിയത്? അല്ല എന്നുള്ളതാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയപ്പോഴാണ് ചെയ്തത്, ഈ ശല്യം ഒന്ന് തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാണ് അബൂലഹബിന്റെ സിദ്ധാന്തം. പക്ഷെ അതും ഈ പറയപ്പെട്ട രൂപത്തിലാണ് പലരും എണ്ണുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളൊന്ന് സ്വയം പരിശോധിക്കാം. ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ആൾക്കാരാണല്ലോ. ഈ ഖുർആനിൽ 6000-ലധികം ആയത്തുകൾ ഉണ്ടായിട്ട് ഇത്രയും വലിയ ഒരു പുണ്യമാണെങ്കിൽ ഒരായത്തിന്റെ ഒരു പകുതിയെങ്കിലും കൊടുത്തിട്ട് അല്ല അതിൽ പറയില്ലേ? ഒരായത്തിന്റെ ഒരു പകുതിയെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ ഒരു തെളിവുണ്ടിട്ട് അത്രയും വലിയ പുണ്യമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ 63 കൊല്ലം ജീവിച്ചു. അതിൽ 40 വയസ്സുവരെ നബി അല്ല എന്ന് വിചാരിക്കും. 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയല്ലോ. ഈ 23 കൊല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ലേ? എത്ര ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ. ഈ പള്ളി നിങ്ങളുടെ ഇറങ്ങണ സമയത്ത് ഏത് കാല് വെക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? പള്ളിക്ക് കയറുമ്പോൾ ഏത് കാല് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാല് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? എത്ര നിസാരമെന്ന് കരുതുന്ന വിഷയം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പലരും പറയുന്നത് പോലെ 2 പെരുന്നാളിനേക്കാൾ വലിയ പുണ്യമാണെന്ന് പറയണമെങ്കിൽ ആ ഒരു പുണ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് ഇത് മനസ്സിലാക്കണ്ടേ? ഇതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും ഇസ്ലാമികമല്ല. അത് ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ആഘോഷങ്ങളാണെങ്കിലും ഇസ്ലാമിൽ ഇല്ലാതെ നടക്കുന്ന ആഘോഷങ്ങളാണെങ്കിലും ഒരു മുസ്ലിമിന് 2 ആഘോഷങ്ങളുള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങളാണ് മതപരമായിട്ടുള്ളത്: ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അതല്ലാത്ത ഒരാഘോഷം ഇന്ന് പല ആളുകളും പലരെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു മുസ്ലിമിനെ ഇസ്സത്തുള്ള മുസ്ലിമായിട്ട് നമ്മൾ മാറണ്ടേ? ഓരോ തെളിവുകളും ഓരോ ആഘോഷങ്ങൾ വരുന്നതിനനുസരിച്ച് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കുറെ ചാടുക, ഇങ്ങോട്ട് കുറെ ചാടുക, എന്നാ പിന്നെ മുസ്ലിമായി ജീവിക്കുക. എന്നാ നമ്മൾ മുസ്ലിമാകുക പ്രിയപ്പെട്ടവരെ. എന്തിനും ഏതിനും നമ്മൾ റെഡിയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. നമുക്കൊരു ഇസ്സത്തില്ലേ? മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഇല്ലേ? അവിടെ നമ്മളൊരു മുസ്ലിം ആവണ്ടേ? ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് മുസ്ലിം ആവണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഭാഗമായിട്ട് എണ്ണിയത് എന്താ? ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്നും ഉപദ്രവം നീക്കൽ. അതാണ് ദീനിൽപ്പെട്ടത്. വഴി തടസ്സം വെക്കലല്ല, അങ്ങനത്തെ ഘോഷയാത്രകളല്ല. അതൊക്കെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായി പഠിച്ച് യഥാർത്ഥ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വേണ്ടപ്പെട്ടവരിലുമൊക്കെ ആയിട്ട് മരിച്ചുപോയ ഒരുപാട് ആളുകൾ, അവരുടെ എല്ലാം ഖബർ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.